Morning students. അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 21 ചോദിച്ച മറ്റൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണത്. A discrete random variable x has the mean 6 and variance 2. If it is assumed that the distribution is binomial, finds probability of 5 less than equal to x less than equal to 7, probability of x less than equal to 2, probability of x greater than 7. ഈ മൂന്ന് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് മീൻ തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ മീൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ mean 6 and variance 2, assumed that the distribution is binomial. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ കാണാനുള്ള ഫോർമുല മീൻ ഈസ് ഈക്വൽ ടു NP എന്നാണ്. അപ്പൊ NP നമുക്ക് തന്നിട്ടുണ്ട് 6. ഇതിന്റെ ഇക്വേഷൻ ആണെന്നില്ല. ഒരു വേരിയൻസ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ വേരിയൻസ് എന്ന് പറയുന്നതാണ് NPQ ആണ്. NPQ എന്നുള്ള എന്താണ്? 2 ആണ്. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 നമ്മൾ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 നമുക്ക് കിട്ടുന്നത് ആയിരിക്കും NPQ ഡിവൈഡഡ് ബൈ NP that is equal to 2/6. NP cancel ചെയ്യും. 2/3 1/3. അപ്പോൾ Q ന്റെ വാല്യൂ നമുക്ക് 1/3 കിട്ടും. therefore P യുടെ വാല്യൂ എന്താണ്? P is equal to 1 minus Q, that is 1 minus 1/3, that is 2/3. അപ്പോൾ P യുടെ വാല്യൂ നമുക്ക് 2/3 എന്നും Q ന്റെ വാല്യൂ നമുക്ക് 1/3. ഇതാണ് Q ന്റെ വാല്യൂ. ഇനി നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം. NP എന്ന് പറഞ്ഞാൽ 6 ആണ്. therefore N എന്ന് പറഞ്ഞാൽ എന്താണ്? 6/P എന്നാണ്. therefore 6/P യുടെ വാല്യൂ എത്രയെന്ന് പറഞ്ഞാൽ 2/3 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും മുകളിലോട്ട് പോകുമ്പോൾ 18/2, that is equal to 9. അപ്പൊ നമുക്ക് N കിട്ടി, P കിട്ടി, Q കിട്ടി. N ന്റെ വാല്യൂ എത്രയാണ്? N ന്റെ വാല്യൂ 9, P യുടെ വാല്യൂ എത്രയാണ്? 2/3, Q ന്റെ വാല്യൂ എത്രയാണ്? Q ന്റെ വാല്യൂ 1/3. അപ്പൊ ആ മൂന്ന് വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കാം. ഇവിടെ നമുക്ക് P യുടെ വാല്യൂ കൂടെ എഴുതി വെക്കാം. P യുടെ വാല്യൂ 2/3, Q ന്റെ വാല്യൂ 1/3. ഇതാണ് നമ്മുടെ വാല്യൂസ്. ഈ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ N എന്നുള്ളത് 9, P എന്നുള്ളത് 2/3, Q എന്നുള്ളത് 1/3. ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? NCX, P raised to X, Q raised to N minus X. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. X is equal to 0, 1. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ N എത്രയാണ്? 9CX, P എത്രയാണ്? 2/3 whole raised to X, Q എത്രയാണ്? 1/3 whole raised to N എത്രയാണ്? 9 minus X. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. നമ്മുടെ ഈ പ്രോബ്ലത്തിലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? 9CX, 2/3 whole raised to X, 1/3 whole raised to 9 minus X. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പ്രോബബിലിറ്റീസ് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 5 less than equal to X less than equal to 7. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് 5 x is equal to 5 plus probability of x is equal to 6 plus probability of x is equal to 7. ഈ മൂന്ന് കേസ് കണ്ടുപിടിക്കാം. x is equal to 5 ആകുമ്പോൾ ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ x ഉള്ളിടത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? x ഉള്ളിടത്തൊക്കെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 9C5 2/3 whole raised to 5 1/3 whole raised to 9 minus 5, that is 4. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. അപ്പൊ 9C5 അതായി തന്നെ. രണ്ടാമത്തെ കേസിൽ എന്ത് വരും? 9C x ന് ഒരു 6 കൊടുക്കുക. 9CX 2/3 whole raised to 6 1/3 whole raised to 9 minus 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്ലസ് അടുത്ത കേസില് 9C7 2/3 whole raised to x എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? x എന്ന് പറഞ്ഞാൽ 7, then 1/3 whole raised to 9 minus x എന്ന് പറഞ്ഞാൽ 9 minus 7, that is equal to 2. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിലെ x ന് നമ്മൾ ആദ്യം 5 കൊടുത്തു. അപ്പൊ x is equal to 5 എന്നുള്ള പ്രോബബിലിറ്റി 9C5 2/3 whole raised to 5 1/3 whole raised to 4 പ്ലസ് അതുപോലെ x ന് 6 കൊടുത്തു. 9C6 2/3 whole raised to 6 1/3 whole raised to 9 minus 6 3. മൂന്നാമത്തേത് x ന് 7 കൊടുത്തു. 9C7 2/3 whole raised to 7 1/3 whole square. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ will be
0.71. ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.72. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 0.712. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 0.71. രണ്ടാമത്തെ ആൻസർ ചെയ്യാം. രണ്ടാമത്തെ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു, ഈ മൂന്ന് പ്രോബിലിറ്റിയും കൂട്ടിയിട്ട് ഇടാം. അപ്പൊ ഫസ്റ്റ് കേസിൽ ഈ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനിൽ എക്സ് 0 കൊടുക്കാം. അപ്പൊ 9C0 2/3 whole raised to 0 1/3 whole raised to 9. പ്ലസ് രണ്ടാമത്തെ കേസിൽ എക്സിന് 1 കൊടുക്കാം. അപ്പൊ 9C1 2/3 whole raised to 1 1/3 whole raised to 9 minus 1. 9 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. പ്ലസ് മൂന്നാമത്തെ കേസിൽ എക്സിന് 2 കൊടുക്കാം. അപ്പൊ 9C2 2/3 whole raised to 2 1/3 whole raised to 9 minus 2, that is equal to 7. അപ്പൊ ഈ മൂന്ന് പ്രോബിലിറ്റി, അതായത് x equal 0 കൊടുത്തു, x ന് 0 കൊടുക്കുമ്പോൾ 9C0 2/3 whole raised to 0 1/3 whole raised to 9 പ്ലസ് x ന് 1 കൊടുക്കുന്നു 9C1 2/3 whole raised to 1 1/3 whole raised to 8. മൂന്നാമത്തേല് x ന് നമ്മൾ 2 കൊടുക്കുന്നു 9C2 2/3 whole square into 1/3 whole raised to 7. ഇതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി 0.008. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോബിലിറ്റി 0.008. അപ്പൊ രണ്ടാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആൻസർ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 7. മൂന്നാമത്തെ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 7 കണ്ടുപിടിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 7 കണ്ടുപിടിക്കാനായിട്ട് മൂന്നാമത്തെ കേസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7 കൊടുത്താൽ, അതായത് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7 പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ 7 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി 1 കിട്ടും. അപ്പോൾ 1 ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7. അപ്പോൾ 1 മൈനസ് നമ്മൾ എക്സ് ഈക്വൽ 1 കൊടുക്കാം. എക്സ് ഈക്വൽ 1 കൊടുക്കും. എക്സ് ഈക്വൽ 0 സ്റ്റാർട്ട് ചെയ്യാം. എക്സ് ഈക്വൽ 0 കൊടുക്കുമ്പോൾ 9C0 2/3 whole raised to 0 1/3 whole raised to 9 plus അടുത്ത 9C1 2/3 whole raised to 1 1/3 whole raised to 9 minus 1 8 plus 9C2 2/3 whole raised to whole square 1/3 9 minus 2 എത്രയാണ്? 9 minus 2 7 plus 9C3 2/3 whole raised to 3 1/3 whole raised to 9 minus 6 9 minus 6 6 വരും plus 9C4 2/3 whole cube 2/3 whole cube കഴിഞ്ഞു. ഇനി നമുക്ക് 2/3 whole raised to 4 1/3 whole raised to 9 minus 4 9 minus 4 എന്ന് പറഞ്ഞാൽ 5 വരും plus 9C5 2/3 whole raised to 5 1/3 whole raised to 4 plus 9C6 2/3 whole raised to 6 1/3 whole raised to 9 minus 6 3 വരും. ഇത് ടൈം കൂടി ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. ആ ടൈം കൂടി എഴുതണം, അപ്പോഴാണ് ആൻസർ പൂർണ്ണമാവുള്ളൂ. That is equal to plus 9C7 2/3 whole raised to 7 1/3 whole raised to 9 minus 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. ഇത് നമ്മൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.4143. മൂന്നാമത്തെ കേസിൽ കിട്ടുന്ന പ്രോബിലിറ്റി 0.14. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 7 കാണാനായിട്ട് നമ്മൾ കോംപ്ലിമെന്റ് എടുക്കാം. കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ പ്രോബിലിറ്റി എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7 എക്സ് ഗ്രേറ്റർ ദാൻ 7 കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി 1 കിട്ടും.
അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് 1 മൈനസ് ക്വാർട്ടർ പ്രോഡക്റ്റിൽ നിന്ന് ഇത് എക്സ് ലെസ് ആൻ ഈക്വൽ 7 കുറച്ചാൽ മതി. എക്സ് ലെസ് ആൻ ഈക്വൽ 7 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എക്സ് ഈക്വൽ 0 എടുക്കണം, എക്സ് ഈക്വൽ 1 എടുക്കണം, 2 എടുക്കണം, 3 എടുക്കണം, 4 എടുക്കണം, 5 എടുക്കണം, 6 എടുക്കണം, 7 എടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഈ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എക്സിന് 0 കൊടുത്തു. അതാണ് 9C0, 2/3 കോഡേഴ്സ് 0, 1/3 കോഡേഴ്സ് 9. രണ്ടാമത്തെ എക്സ് 1 കൊടുത്തു, 9C1, 2/3 കോഡേഴ്സ് 1, 1/3 കോഡേഴ്സ് 8. മൂന്നാമത്തെ 9C2, 2/3 ഹോൾ സ്ക്വയർ, 1/3 കോഡേഴ്സ് 7. അടുത്തതിലെ 3 കൊടുത്തു, 9C3, 2/3 ഹോൾ ക്യൂബ്, 1/3 കോഡേഴ്സ് 6. അടുത്ത 4 കൊടുത്തു, 9C4, 2/3 കോഡേഴ്സ് 4, 1/3 കോഡേഴ്സ് 5. അടുത്ത 5 കൊടുത്തു, 9C5, 2/3 കോഡേഴ്സ് 2, 1/3 കോഡേഴ്സ് 4. അടുത്ത 6 കൊടുത്തു, 9C6, 2/3 കോഡേഴ്സ് 6, 1/3 കോഡേഴ്സ് 3. അടുത്ത 9C7, 2/3 കോഡേഴ്സ് 7, 1/3 കോഡേഴ്സ് 4. ഇതെല്ലാം കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.14. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ചെയ്ത് പഠിക്കുക.